നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിധി ദിവസമാണ് ഇന്ന്. ജാമ്യം ലഭിക്കാനും ജാമ്യം ലഭിക്കാതിരിക്കുവാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. പല നിയമവിദഗ്ധരും പറയുന്നു ജാമ്യം ലഭിക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമുക്ക് പലയിടങ്ങളിലായിട്ടുള്ള അഭിപ്രായം നമ്മൾ കണ്ടതാണ്. ചാനൽ ചർച്ചകളിൽ വരുന്ന സ്ഥിരം ബുദ്ധിജീവികളുടേതും ചാനലിന്റെ മേധാവിമാരുടേതും റിപ്പോർട്ടർമാരുടേതും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പാർട്ടി സെക്രട്ടറിയുടെ അടക്കം നിരവധി ആളുകളുടെ അഭിപ്രായം നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. എല്ലാവരും ചേർന്ന് രാഹുലിനെ പിച്ച് ചീന്തുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഈശ്വർ എന്ന ഒറ്റയാൻ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിനകത്തുമാണ്. എന്തായാലും നമുക്ക് സാധാരണക്കാരുടെ പൾസ് എന്താണെന്ന് അറിയണ്ടേ? വീട്ടമ്മമാർ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെടുത്ത നിലപാട് എന്താണെന്ന് അറിയണ്ടേ? ഈ വീട്ടമ്മ പ്രതികരിക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷി നേതാക്കളെ ഭയന്നിട്ടല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കൃത്യമായി വിശ്വസിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അയാൾ ഏതു പാർട്ടിയിലും ആയിക്കോട്ടെ, വ്യക്തിപരമായി എത്രത്തോളം നല്ല പ്രവർത്തികൾ നാടിനു വേണ്ടി ചെയ്യുന്നു അത് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പലർക്കും പലതാണ് അഭിപ്രായമെങ്കിൽ ഈ വീട്ടമ്മയുടെ അഭിപ്രായം ഇതാണ്. വിധി ദിവസമായ ഇന്ന് ഈ അഭിപ്രായത്തിന് ഏറെ പ്രസക്തിയും ഉണ്ട്. ഒരു വീട്ടമ്മ എന്ന നിലയിൽ എനിക്ക് രാഷ്ട്രീയമായിട്ട് എൻ്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്. എന്നാലും എൻ്റെ അറിവുകൾ കൂടി വന്നപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ വ്യക്തികളെയാണ് നോക്കുന്നത്. അപ്പം കമ്മ്യൂണിസ്റ്റിലായാലും കോൺഗ്രസിലായാലും BJP ആയാലും വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്നതും ഞങ്ങളാണ് കേരളം ജയിപ്പിക്കുന്നത്. ഞങ്ങളെപ്പോലെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ കട്ട രാഷ്ട്രീയക്കാരല്ലാതെ രാഷ്ട്രീയ അനുഭാവമില്ലാതെ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മൾ ജയിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പൊ സ്വർണ്ണക്കടത്തിന്റെ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ വിഷയം വരുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പം ഇപ്പൊ യുവനിരയിൽ കോൺഗ്രസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്ത്, ഷാഫി പറമ്പിൽ, അതുപോലെ വിഷ്ണുനാഥ്. അങ്ങനെയുള്ള യുവനിരയെ ഇഷ്ടപ്പെടുന്ന അവര് ഭരണത്തിൽ വന്ന് കേരളത്തിന് നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പൊ ഇത് വന്നത്. എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പണ്ട് കാലത്ത് ജനഭരണം രാജഭരണം വരുമ്പോഴത്തന്നെ ഈ സ്ത്രീ വിഷയത്തിൽ ഊന്നി ഒരുപാട് പേരുടെ ഭാവി തൊലയുന്നത് കണ്ടിട്ടുണ്ട്. ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു വ്യക്തി അത് നോക്കി ജീവിക്കണമായിരുന്നു. ഒരു വിവാഹം കഴിച്ച് നല്ലൊരു ഭരണകർത്താവായിട്ട് വരണമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ താല്പര്യം. എന്നിരുന്നാലും ഇപ്പൊ രാഹുലിന്റെ ആക്ഷേപം ഉന്നയിച്ച് വനിതയെ കുറിച്ച് ആണെങ്കിൽ സ്ത്രീ സുരക്ഷ ഇത്രയും കൂടിയിരിക്കുന്ന നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ അത് ദുരുപയോഗപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്. രാഷ്ട്രീയക്കാര് പ്രതിയോഗികളെ തകർക്കാൻ വേണ്ടി എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മിക്കവാറും ഇവര് രാഷ്ട്രീയപരമായിട്ട് രാഹുലിനെ തകർക്കാൻ വേണ്ടി, രാഹുലിന് ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടെന്ന് അടുത്തറിയാവുന്നവർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ, നമുക്കാർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പൊ സ്ത്രീയെ ഇറക്കി കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രേമം വരുമ്പോഴോ ഒരു ഇത് വരുമ്പോഴോ പണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും റെക്കോർഡ് ചെയ്ത് പ്രേമിക്കുന്ന ഒരു ഇത് ഞങ്ങള് വീട്ടമ്മമാര് കണ്ടിട്ടില്ല. അപ്പൊ അവര് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് എല്ലാം എന്നിട്ട് പിന്നെ അവർക്ക് അതൊരു രാഹുലുമായിട്ടൊരു ഇഷ്യൂ വന്നപ്പോൾ ആ സ്പോട്ടിൽ തന്നെ മറുപടി കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലാണ് പെറ്റീഷൻ ആദ്യം കൊടുക്കാനുള്ളത്, അങ്ങനെയാണ് കൊടുത്തിരുന്നെങ്കിൽ ജനങ്ങൾ അതിന് പൂർണ്ണ നമ്മൾ സപ്പോർട്ട് തന്നെ ചെയ്യും. ഇപ്പൊ നമ്മൾ തന്നെ നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും കൂടുതൽ അതിജീവിത എന്ന് പറയാൻ അർഹതയുള്ളത് അവരെ പോലുള്ളവർക്കാണ്. അല്ലാതെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പ്രേമിക്കുന്നവര് ഒരു ഭർത്താവുള്ളപ്പോൾ ആ ബന്ധം വേർപെടുത്താതെ തന്നെ അവര് പോയി വേറൊരാളുമായിട്ടും വലിയ വലിയ പ്രമുഖരുമായിട്ടൊക്കെ പോകാൻ ചാൻസ് ഉള്ള ഈ സ്ത്രീകൾ വനിതകളെ കൂടെ അപമാനിക്കുന്ന തരത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് വനിതകൾ അങ്ങോട്ട് ചെന്ന് ഇത്രയും നമുക്കാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടുന്നത്, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം എന്നൊക്കെ പറഞ്ഞു മോഡേൺ ആകണം. മോഡേൺ ആവുമ്പോൾ നമ്മൾ പിന്നെ വെളിയിൽ നമ്മൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം, അല്ലാത്തൊരു സോഷ്യൽ മീഡിയയിൽ വരരുത്. വരാതെ ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട് സ്ത്രീയുമായിട്ട് ഈ ഒരു പറയുന്ന അതിജീവിതയുമായി അടുപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊരു നേതാവിന്റെ വായിൽ നിന്നും അങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു തോന്നിയോ? ഒപ്പം ഉമ്മൻചാണ്ടി സർക്കാരിന് മുമ്പ് ഉമ്മൻചാണ്ടി അദ്ദേഹം മരിച്ച ശേഷമാണ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് റിപ്പോർട്ട് വന്നത്. അപ്പൊ നമുക്ക് ആദ്യമൊക്കെ അങ്ങനെ തോന്നി, എന്നാൽ പിന്നീട് ഇത് ഉമ്മൻചാണ്ടിയെ പോലെ അല്ല എന്ന് നമുക്ക് പലരും പല അഭിപ്രായം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി എന്താണ് തോന്നിയത്? രാഹുലിന്റെ പേരിങ്ങനെ കേട്ടപ്പോ രാഹുലും സമ്മതിക്കുന്നുണ്ട്, ഹർജിയിലടക്കം രാഹുലും പറയുന്നുണ്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടപ്പോ എന്ത് തോന്നി?
ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരിക്കലും രാഹുലിന്റെ ഇതുമായിട്ട് എനിക്ക് ആദ്യം കേട്ടപ്പോൾ തൊട്ടേ താരതമ്യം ചെയ്യാൻ തോന്നിയിട്ടില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ പ്രായവും അദ്ദേഹത്തെ കുടുക്കിയതാണെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ളവർ തന്നെ, കോൺഗ്രസിലുള്ളവരും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് അദ്ദേഹത്തെ കുടുക്കിയതാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാവുമ്പോഴത്തേക്ക് വിവാഹം കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരനാണ്, ഒരു കുട്ടിയെ പ്രേമിക്കുന്നതോ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നതോ ഒന്നും ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് വിവാഹം കഴിച്ചതാണോ എന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. നമുക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ അതാരാണെന്ന്. രാഹുൽ ഈശ്വറിനെയൊക്കെ പിടിച്ചിട്ടേക്കുന്നെങ്കിലും അത് മീഡിയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഇര ആരാണെന്നുള്ള അറിയാവുള്ളൂ. പൊതുജനങ്ങൾക്ക് ഇന്ന് വരെ അറിയത്തില്ല അവരാരാണെന്നുള്ളത്. അവര് പിന്നെ അത് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഒരിക്കലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. അത് വ്യക്തിത്വം വേറെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ അതുപോലെ ഇഷ്ടപ്പെട്ട്, പക്ഷെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല ഉയർന്നു വരാൻ ഷാഫി പറമ്പിലും അവരെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷാഫി പറമ്പിലൊക്കെ ഒരു മുഖ്യമന്ത്രിയായിട്ട് വന്ന് നമ്മുടെ ഭരണം ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗണേഷ് കുമാറിനെ എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ സ്ത്രീപഠനത്തിന് വന്നിട്ടുള്ളതാണ്, എന്തുകൊണ്ടാണ് പത്തനംതിട്ടക്കാർ ഇഷ്ടപ്പെടുന്നത്? അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം ശകലം മോശമാണെങ്കിലും രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉയർന്ന ഒരു മന്ത്രിയായിട്ട് ഒരു 75% പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവാണ്. മുകേഷ് MLA കുറിച്ച് വന്നപ്പോൾ മുകേഷ് കലാകാരനായിട്ട് നല്ല കലാകാരനാണ്, പക്ഷെ രാഷ്ട്രീയമായിട്ട് ഒരു MLA എന്ന നിലയിൽ 100% പരാജയമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെറ്റ് തിരുത്തി അദ്ദേഹത്തിനും ചിലപ്പം കാണും മാനസിക വൈകല്യം കാണും. ഇത് പറയുന്നതെല്ലാം സത്യമാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. അതുപോലെ മീഡിയയുടെ അതിപ്രസരം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊല്ലുന്നിടത്തല്ല പുറത്തു കൊണ്ടുവരണം. നിങ്ങളുടെ ഒരു വ്യൂവേഴ്സ് കൂടാൻ വേണ്ടി നിങ്ങൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ശരിയുണ്ടെന്ന് നോക്കിയിട്ട് വേണം. ഏത് കാര്യം എടുത്താലും ഒരാൾ ഒരു പീഡനത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ആ പീഡനമാണെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് എല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഇത്രത്തോളം ഒരു MLA ആണ്, ഒരു ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് പഠിച്ചിട്ടാണ് അദ്ദേഹം അതിൽ അഭിപ്രായം പറയുന്നത്. ഇത്രയും പഠിച്ച് ഇത്രയും തിരക്കുള്ള മനുഷ്യൻ ഇങ്ങനെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. 1-2 കേസൊക്കെ കാണുമായിരിക്കും. അതൊക്കെ ചിലർക്കുള്ള ഒരു ഇതാണ്. അത് മാറ്റി തന്നെ പൊതുപ്രവർത്തകർ വരണം. അത് ശരിയാണെന്ന് സമ്മതിക്കുന്നില്ല. പക്ഷെ വനിതകൾക്ക് മാത്രമായിട്ട് സംരക്ഷണം കിട്ടരുത്. വനിതകൾ നമ്മളെ നടിയെ ആക്രമിച്ച അതിജീവിതം അങ്ങനെയുള്ളവർക്ക് നമ്മൾ നിയമ സംരക്ഷണം കൊടുക്കണം. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരിക്കലും സംരക്ഷണം കൊടുക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് തിരുത്തി വരണമെന്ന് തന്നെയാണ് അഭിപ്രായം. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരായാലും കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ആന്റണി ഒക്കെ പോയിട്ട് അതുപോലെ ഒരു നേതൃസ്ഥാനത്തിൽ ഉള്ളവർ ഇനി വരാൻ ചാൻസ് ഉള്ളത് ഞങ്ങൾ പൊതുജനം കാണുന്നത് യുവനിരയെ തന്നെയാണ്. അല്ലാതുള്ള ഒരു നേതാക്കന്മാരെയും ഞങ്ങൾ കാണുന്നില്ല. അവർക്കെല്ലാം രാഹുലുമായിട്ട് വൈരാഗ്യം കാണും. ആരൊക്കെ ഇതിൽ പെൺവിഷയം വന്നിട്ടും ഇപ്പോഴും MLA ആയിട്ടും മന്ത്രിയായിട്ടും 3 പാർട്ടികളിലും ഇരിക്കുന്നുണ്ടെന്നുള്ളതും കൂടെ നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. രാഹുലിനെ മാത്രം വേട്ടയാടരുത്. രാഹുലിന്റെ തെറ്റുണ്ടെങ്കിൽ തിരുത്തി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു പയ്യനാണ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്. അപ്പോ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ ഒറ്റതിരിഞ്ഞുള്ള വേട്ടയാടൽ അത് അനുവദിക്കുകയില്ല എന്നാണ് അമ്മയുടെ അഭിപ്രായം. എന്തായാലും കൃത്യമായി രാഷ്ട്രീയ ബോധമുള്ള, കൃത്യമായി വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഒരു വീട്ടമ്മ എന്ന നിലയിൽ വളരെ ശക്തമായ നിലപാടാണ് ശ്രീലത കാഴ്ചവെച്ചത്.